ഇന്ന് തൊട്ട് ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ റെസിപ്പി അവിയലാണ്. പുളി പിഴിഞ്ഞിട്ടുള്ള ഈ അവിയൽ നമുക്ക് 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കുന്നതിന് കുഴപ്പമില്ല. അവിയലിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, കായ, ബീൻസ്, പടവലങ്ങ, വെള്ളരിക്ക, കുമ്പളങ്ങ, മുരിങ്ങാക്കോല് എല്ലാം ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഉപ്പും ചേർക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചായാലും ചേർക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പൊടികൾ വളരെ കുറച്ച് ചേർത്താൽ മതി, കാരണം അവിയലിന് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകോ ചേർക്കുന്നതാണ് നല്ലത്. പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞ് അല്പം വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടുപ്പിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ജീരകം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയും ഈ ചതച്ച് വെച്ചതും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കാം. മിക്സിയിലിട്ട് ഈ വെളുത്തുള്ളിയും ജീരകവും അരച്ചതിന് ശേഷം തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്താലും മതി. തേങ്ങ ഒന്ന് പൾസ് മോഡിലിട്ട് ഒതുക്കിയെടുക്കണം. അവിയലിന് ഏറ്റവും രുചി കൂട്ടുന്നത് ഈ ചെറുള്ളി ചേർക്കുന്നതാണ്, അതുകൊണ്ട് അത് നന്നായിട്ട് ചേർക്കുക. ചെറുള്ളിയും ഞാൻ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങയുടെ അരപ്പും ചെറുള്ളിയും കൂടെ അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒതുക്കി കൊടുത്ത് മൂടി വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നതിന് ശേഷം നമുക്ക് പുളിവെള്ളം ചേർക്കാം. കുറച്ച് പുളി ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ആ പുളിവെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം കഷ്ണങ്ങൾ പിന്നെ വേവില്ല, അതുകൊണ്ട് വേവ് ഉറപ്പ് വരുത്തിയതിന് ശേഷം പുളിവെള്ളം ഒഴിക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുളി ചേർത്തിട്ടുള്ള ഈ അവിയൽ 2-3 ദിവസം കേടാവാതെ സൂക്ഷിക്കാം. ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് ആവശ്യാനുസരണം ചൂടാക്കി കഴിക്കാം.